ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേവർക്കും സ്വാഗതം. പിന്നെന്തൊക്കെയാണ് വിശേഷം മക്കളെ? എല്ലാവർക്കും സുഖല്ലേ? റാഹത്തല്ലേ? റാഹത്താന്ന് വിചാരിക്കണം. അപ്പൊ മാണിക്കല്ല് പുകിലോടെ എന്ന് പറഞ്ഞില്ല, മുത്തുമണികളെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ കുട്ടിയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ. എന്ന് കുട്ടിയാണ് നമ്മുടെ കുട്ടി വന്ന മുതൽ നമുക്ക് ഹാപ്പിനെസ്സും സുഖാണോ? കേക്കട്ടം വരുന്നുണ്ട്. ഹലോ പറ, ഹൈ ഗൈസ് പറ. ഓക്കെ, അപ്പൊ ഇന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളെ റാഷിദ തിരിച്ചു വീട്ടിലോട്ട് പോവാണ് മക്കളെ റാഷിദന്ന് പോവട്ടോ. അപ്പൊ എന്തായാലും ഒരു ഡിഫറെന്റ് ക്യാമറ. അപ്പൊ ഈ മുതലിന്ന് പോവട്ടോ മക്കളെ. അപ്പൊ എങ്ങട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പാക്കിങ് കണ്ടു കഴിഞ്ഞാൽ മൊത്തം മുന്നിൽ വെക്കി പോവാന്ന് വിചാരിച്ചു. മൊത്തം കണ്ടു കഴിഞ്ഞു. അതങ്ങനല്ല, എന്താ സംഭവിച്ചേ, ഉണ്ണിക്ക് കുറച്ച് ഡ്രസ് ഒന്നും വെച്ചാൻ പറ്റൂല, കൊറേ വേണല്ലോ. അപ്പൊ ആ ഡ്രസ്സുകളൊക്കെ ഇട്ടാളുള്ളത്, പിന്നെ കുറച്ചിൻ്റെത് ഇത്ര ഉള്ളതാ. ഇതില് കവറുണ്ട്, ആ കവർ ഫുൾ ഉണ്ണി എടുത്തിട്ട്. അപ്പൊ അതിനെ പറഞ്ഞതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോവാണ്. അപ്പൊ എങ്ങട്ടാ പോണി, എന്തിനാ പോണി, എപ്പോഴാ പോണി, എന്തിനൊക്കെ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കസിന്റെ കല്യാണാണ്. അപ്പൊ അതാണ് പോണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 22-ാം ആണ്. പക്ഷെ അപ്പൊ ചോദ്യം വരെ ഇതിനപ്പൊ തന്നെ പോണത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ അത്ര പെട്ടെന്ന് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളെ കുത്തിയപ്പാണ്. കുത്തിയപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിയപ്പാണ്. അപ്പൊ നിങ്ങള് ചോദ്യം വരും, എന്താ ഇവിടെ നിർത്തൂടെ, കുത്തിയപ്പ് എന്താ അവിടെ പോയിട്ട് എടുക്കണം എന്തിയാന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് അതെ സത്യം. അപ്പൊ എന്താ ഉണ്ണിക്ക് കുത്തിയപ്പ് എടുത്ത് എന്തായാലും എല്ലാ മക്കൾക്കും പനിക്കുമല്ലോ, മിക്ക കുട്ടികൾക്കും പനിക്കും. അപ്പൊ പനി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് പുറത്ത് തന്നെ ആയിരിക്കും, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞ് പനി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കല്യാണമൊക്കെ അല്ലേ, അപ്പൊ അതൊന്നും ഇല്ല, റിസ്ക് എടുക്കണില്ല. അപ്പൊ കുത്തിയപ്പവും പനിയൊക്കെ എന്റെ വീട്ടിൽ ചാവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, കല്യാണമൊക്കെ അല്ലേ. വെറുതെ പറഞ്ഞല്ലേ നിങ്ങള്? അതെ, അല്ല ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടാക്കാൻ പൊക്കള് കാണിച്ചു കേൾക്കാൻ നാളെ മലക്ക് ഇത്രയും പ്രായമായില്ല എനിക്ക്. ബുക്കിൽ കാണിച്ചു കിടക്കുക. എന്തൊക്കെയാ മോളെ വിശേഷം? ജുമ്പോ ഉണ്ടോ ഉമ്മാനെ വിട്ടിട്ട് അല്ലെ ഉപ്പാനെ വിട്ടിട്ട്? പോവാണോ? എനിക്ക് ഇപ്പാനെ വേണ്ട, ഇപ്പാനെ വേണ്ട. ഇപ്പാന്റെ കുട്ടിക്ക് ഇപ്പാനെ കുട്ടീനെ വേണ്ടേ? ആണോ? വേണ്ടത്രേ. ആണോ? ആണോ? ഇന്ന് വിട്ടിട്ട് പോവാണോന്ന് കാലോണ്ട് മാപ്പല, കയ്യോണ്ട് ഒപ്പിട്ട്. അപ്പൊ അങ്ങനൊക്കെ ഒരു കാര്യങ്ങൾ പാക്ക് നടത്തി ബസ്സൊക്കെ ബേക്ക് ഇട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് പോവാട്ടോ. ഇങ്ങനെ കൊണ്ടുപോകാൻ കാരണം കാറിന്റെ പോണത്. അപ്പൊ എല്ലാതും എന്താ ആവശ്യമുള്ളതല്ല, കല്യാണം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഇഷ്ടംമാതിരി കൊണ്ടുപോണ്ടി വരുമല്ലോ, അതിനായിട്ട് കൊണ്ടുപോകും മക്കളെ. കരഞ്ഞിട്ട് സന്തോഷമുള്ള അടിച്ചു പൊളിക്കാം. എന്റെ ബെസ്റ്റിക്ക് വിളിക്കണം, എന്റെ ലവേഴ്സിനെ വിളിക്കണം. സത്യം പറയാലോ, സപ്പാകന്ന് രാവിലെ എന്നാ രാത്രി ഇട്ടുള്ള കരച്ചിലാണ്, കണ്ണീന്ന് വെള്ളം. മക്കളെ എപ്പോഴും പോണതിന്റെ സന്തോഷമൊക്കെ കാരണം എന്റെ ലവർ എന്റെ ബെസ്റ്റ് വിഷമിച്ചിരിക്കുക, വിളിക്കാതെ വിളിക്കണം. ഈ കൊട്ടയെ കൊണ്ടുണ്ടോ അപ്പാക്ക? അതല്ല, ഉണ്ണിയുടെ വീട്ടിൽ നിൽക്കുമ്പോ ഡ്രസ്സുകളൊക്കെ ഇതിലാക്കണ്ടേക്ക് വയ്യ. ഇതെന്താ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ആർക്കൊക്കെ വിളിക്കണ്ട്? പൊന്നൂസിന് വിളിക്കണം, മിന്നൂസിന് വിളിക്കണം, സനക്ക് വിളിക്കണം, കാര്യങ്ങളൊക്കെ കേട്ടോ. കുറച്ച് പേരുകളൊക്കെ എഴുതിയെടുക്കണം. യാത്രക്ക് വിളിക്കാൻ കേട്ടിട്ടോ. പക്ഷെ ഞാൻ മൊത്തം കോളിങ്ങിലൊക്കെ തിരക്കിലൊക്കെ കുട്ടീനാണ്ട് വീഡിയോകളെ അതിനെ വിളിക്കാം. അതിന് അന്നാണ് എന്റെ കുട്ടീനാണല്ലേ ബുക്കില് കാണിച്ച സിനിമ നടിയെ തമന്നാവാൻ പോവാ. ബുക്കില് കാണിച്ചിട്ട് കേട്ടോ തമന്നാവണ്ടോ. ആര് പറ്റി? ഇപ്പാനെ മോളെ വിളിച്ച സംസാരിക്കട്ടോ. അറിയില്ല സംസാരിക്കുന്നത്. നല്ല മുട്ടാണ്. എടുക്കൂല ഇപ്പൊ എടുക്കാട്ടോ. പ്രാവശ്യം
ഇപ്പാന്റെ പെണ്ണല്ലേ. ആരിപ്പിത് ആരമടിയിലെ കുത്തിക്കണ് ഓൾക്ക് ഇരിക്കണ ഭയങ്കര ഇഷ്ടാട്ടോ. ഇരിക്കണ സത്യം പറയാലോ, ഓള് പോണേ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ എന്റെ മുതലിനെ വിട്ട് പിരിയുമ്പോ അത് വീഡിയോയിലിട്ടാ എന്നോട് പറഞ്ഞ എനിക്ക് ഞാൻ ഒറ്റക്ക് കിടക്കണ്ടേ, വാതിലാല തുറന്നരാ പാതരക്ക് വന്നാല് അത് ശരിയാട്ടോ, അതിന് ശരി സങ്കടമുണ്ട്. രാത്രി 2 മണിക്ക് 1 മണിക്ക് വരും. തല്ലൂടാൻ ആരില്ല. ചെപ്പങ്ങൾക്ക് സമാധാനായി. തല്ലൂടൂല, പിന്നെ ഭീഷണി ഉണ്ടാവില്ല. എന്താ പിന്നെന്താ അതല്ല നമ്മള് തമ്മില് നല്ല അങ്ങനല്ലല്ലോ. പിന്നെ ഇന്ന് വേറെ സംഭവം ഉണ്ടായിട്ട് മക്കളെ, ചിലവരൊക്കെ ബാത്റൂമിൽ വീണു. അത് രാവിലെ ഇന്ന് തട്ടിത്തര കുറ്റം പറഞ്ഞവരാണ്. പറഞ്ഞു രാവിലോട് ചായ ഉണ്ടായിട്ടാണ് ഉറങ്ങണ്ട. സുബൈസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉറക്കം കേട്ടോ. സുബൈസ്കാരം പറഞ്ഞു കഴിഞ്ഞ് ചായ ഉണ്ടായിട്ടാ അങ്ങനെ പറയാം. അതൊന്നല്ല, സത്യം പറഞ്ഞത് തട്ടിട്ടതാണ്, തട്ടിട്ട് വെത്തിയതാണ്. ആരെങ്കിലും ഒരാൾ കുടിക്കുമ്പോ ഡോർ കുറ്റിട്ടല്ല കുടിക്കുക, ഡോറ് മുട്ടില്ല വീണു. അതും അല്ല ഉണ്ടായത്, സത്യം പറഞ്ഞ വീത്തിട്ടതാണ്. കറണ്ട് പോയി കണ്ട. സത്യം പറഞ്ഞപ്പോ എന്താ പരിപാടി? ഉറങ്ങാകത്ത് ഫുൾ ചെടികളെ കട്ടെടുത്ത് കൊണ്ടുപോകും കേട്ടോ. എടിച്ച് ഇപ്പത്തിന് പോയത് മനസ്സിലായില്ല. വീട് വണ്ടി കയറ്റാൻ പറ്റുമോ? കാരണം മുകളില് ഒക്കെ പെറുക്കി കൊണ്ടെടുത്ത് ഇതിൻ്റെ കൈക്ക് തന്നിട്ട് ഇതാണ് ഉറങ്ങണമില്ല. ഉറങ്ങാതെ കളിച്ച് നിൽക്കുക. നേരായി കറണ്ട് പോയിട്ടേ നേരെ എപ്പോഴാട്ട് ബാക്കി വീഡിയോ വരുന്നത്. ഇതിപ്പോൾ കയറ്റി ചെടി വാണ വിളിച്ചിട്ടുണ്ടല്ലേ, ഇതിപ്പോൾ കയറ്റേക്ക് ചെടി ശരി മോശമാണ്. എടി വിശക്കാൻ നടത്തിക്കൊണ്ട് പാലോട് കടി ഇങ്ങോട്ടൊക്കെ വിരലിതാക്കണ് വളരെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കട്ട പോസ്റ്ററാണ്. ഇത് വായിൽ വിരലിട്ട് കളിക്കുക. ഹലോ പറഞ്ഞ ഹലോ പറഞ്ഞ ഹലോ പറടാ പറടി ഹലോ പറ മൂഡ് റെഡിയില്ല കേട്ടോ ഗൈസ്. അനർഗാമത്യമാല പാട്. അനർഗാമത്യമാല എടുത്ത് കെട്ടി പാട്. നെയ്യപ്പം തിന്നാനിട്ടോ നെയ്യൽ വെപ്പത്. നെയ്യപ്പം തിന്നാനിട്ടോ നെയ്യൽ വെപ്പത് കിട്ടാനിട്ടോ മാണിക്ക പാട്. ഗുരുടിക്ക് വരുന്നുണ്ട് ജി കൊടുത്ത തന്നില്ലേ. അപ്പം ഇവിടെ കുട്ടീനും പിടിച്ചിങ്ങനെ പോസ്റ്റർ ഇരിക്കുക കേട്ടോ. ഓരോ വീട്ടുകാരെ എത്താറേക്കണം. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റില്ലെന്ന് അറിയില്ല. വീഡിയോയിലുള്ള ഉമ്മാക്കോ പിന്നെ ഓരോ അളിയന്മാർക്കോ ഓരോ വീട്ടിലത്തേക്ക് ഇവരൊക്കെ 2-3 ആൾക്കാരൊക്കെ അരക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ മിസ് ചെയ്യണം. ഉറക്കം ഒഴിച്ച് സ്റ്റുഡിയോയിൽ വറക്കണുണ്ട്. അതൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ എടുത്ത് നിൽക്കുകയാണ്. ചുണ്ടോണ്ട് എന്താ കാട്ടി? ചുണ്ടുമ്പോൾ എന്തെങ്കിലും കിട്ടാണ്ടോ? ബാറ്ററി കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ. കരടാ തക്കുടു തക്കുടുവാരാ പറയിക്കോ തക്കുടുവാരാ ഇബ്ബാര് തക്കുടുവാരാ. ഓള അനിയത്തിൻ്റെ മുഖന്നെ കേട്ടോ അല്ലേ. കൊടയുണ്ട് തക്കുടു പറഞ്ഞ ഇപ്പാട് തക്കുടു. ഉറക്കം വന്നോണ്ടോ കണ്ണൊക്കെ ചോദിക്കുന്നു. ഇങ്ങോട്ടെ കൊതിർന്ന് രാശിയ ബാറ്ററി കഴിഞ്ഞടി വിശക്കുണ്ടാവും കൊടുക്ക്.
പോയിക്കോ. ഇനി രാക്കിയൊരു അഭിനയം നോട്ടം കേട്ടോ. ഒന്ന് കാണിച്ചതാ മോളിട്ടിയ രാക്കി നോട്ടം നോക്കിക്ക. അല്ല കേട്ടോ, ഇന്ന് ഓർക്കാൻ പറ്റില്ല, ഇന്ന് സീരിയസ് ആണ്. അല്ലെങ്കിൽ രാക്കിയ നോട്ടം ഉണ്ടാണോ ഫോട്ടോ പോയി. ഇപ്പൊ മക്കളെ റാഷിദ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വണ്ടിയിൽ കയറി പോവാണ്. എന്തായാലും കുട്ടി പോകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നു കേട്ടോ. നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓള് പോയി. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാനും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. എന്തായാലും ഓള് പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് ഓൾ ടാറ്റയും കാട്ടി ഞാൻ ടാറ്റായിട്ട് സലാം പറയുന്നു. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത